കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഒന്നാം സമ്മാനം 80 ലക്ഷം രൂപ. കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറി. നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗ്യക്കുറിയാണ്. ഞാൻ ചുമ്മാ ഒന്ന് ഫലം നോക്കുമായിരുന്നു, വല്ലോ അടിവീണിട്ടുണ്ടോ എന്ന്. നമ്മൾ ഇതുപോലെ ലോട്ടറി ഒക്കെ എടുക്കുന്ന കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഭാഗ്യം പരീക്ഷിക്കുന്നവർ ഏറെയാണ് അല്ലേ. ചിലർ പറയാറുണ്ട് ഞാൻ ലോട്ടറി ഒന്നും എടുക്കാറില്ലെന്ന്. പക്ഷേ നമ്മളൊരു സഹായ പദ്ധതി അല്ലെങ്കിൽ കാരുണ്യ പദ്ധതി, ചികിത്സാ സഹായം എന്നൊക്കെയുള്ള രീതിയിൽ വല്ലപ്പോഴും ഒക്കിലും ഒരു ലോട്ടറി എടുത്തവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അല്ലേ. അപ്പൊ ഞാനിപ്പോ ഈ ലോട്ടറിയെ കുറിച്ച് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ദേ നിലവിൽ ഇത്തരം ലോട്ടറി മാത്രമേ ഇറക്കുന്നുള്ളൂ, അല്ലാതെ ഓൺലൈൻ ലോട്ടറികളൊന്നും ഇറക്കുന്നില്ല. കേരള മെഗാ മില്യൺ ലോട്ടറി, സമ്മർ സീസൺ ധമാക്ക എന്നീ പേരുകളിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുറേ പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടെലഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ. അത് അവർ പറയുന്നത് ഇതുപോലെ നമ്മുടെ കേരള സംസ്ഥാന ലോട്ടറി ഇതുപോലെ ഓൺലൈൻ വഴി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 40 രൂപ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപ വരെ, 1 കോടി മാത്രമല്ല 12 കോടി രൂപ വരെ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്കൊരു മെസ്സേജ് ഒക്കെ വരും. അപ്പം മെസ്സേജ് കാണുന്ന നമ്പറിലേക്ക് നമ്മൾ 40 രൂപ അയച്ചു കൊടുക്കുന്നു. അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു ലോട്ടറി ടിക്കറ്റിന്റെ ചിത്രം എടുത്ത് നമുക്ക് ഇവർ അയച്ചു തരും. ശേഷം ഈ ഫലമൊക്കെ അറിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർ തന്നെ കൃത്രിമമായിട്ട് നിർമ്മിച്ച ഒരു റിസൾട്ട് നമുക്ക് ഇവർ അയച്ചു തരും. അയച്ചു തരുമ്പോൾ നമ്മൾ ഒത്തുനോക്കുമ്പോൾ എന്താണ്, നമുക്ക് 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇനിയാണ് തട്ടിപ്പിന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത്. സർക്കാർ പ്രതിനിധി എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവർ പറയും നിങ്ങൾക്ക് ഇതുപോലെ ലോട്ടറി അടിച്ചിട്ടുണ്ട്, GST ഇനത്തിലും അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും കുറച്ച് പൈസ ചിലവാകും, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരൊരു അക്കൗണ്ട് നമ്പർ ഒക്കെ തരും. നമ്മളിത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ശേഷം അവർ പറയുന്നത് റിസർവ് ബാങ്ക് നിങ്ങളുടെ സമ്മാന തുക പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ച് പൈസയും കൂടെ നമ്മൾ കൊടുക്കണമെന്ന്. നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ ഓരോ രീതി. കൃത്രിമമായിട്ടുണ്ടാക്കിയ രേഖകളും വീഡിയോസും ഒക്കെ ഇവർ നമ്മളെ കാണിച്ച് നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു സംഘം പ്രവർത്തിക്കുന്നത് തന്നെ. ഇത്തരം വ്യാജ ആപ്പുകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗൂഗിളിന് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ പരസ്യങ്ങൾ ഫേസ്ബുക്കിൽ വരുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്കും പോലീസ് പരസ്യം നൽകിയിട്ടുണ്ട്. ഈ കേരള സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറിയുടെ വ്യാജ ആപ്പുകൾ, ഈ ഓൺലൈൻ വഴി ലോട്ടറി എടുക്കാൻ പറ്റുന്ന വ്യാജ ആപ്പുകൾ 60 എണ്ണമാണ് സൈബർ പെട്രോളിങ്ങിൽ കണ്ടെത്തിയത്. 25 വ്യാജ പ്രൊഫൈലുകളും അതുപോലെ 20 വെബ്സൈറ്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചിട്ടില്ല. അത് വെറും ഒരു തട്ടിപ്പ് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി, നിങ്ങൾക്ക് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ 1930 എന്ന നമ്പറിൽ വിളിച്ചിട്ട് പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ്. 1930 എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇത്തരം തട്ടിപ്പിന് പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ഓൺലൈൻ വഴി ലോട്ടറി വിൽപ്പന നിലവിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇത്തരം ലോട്ടറികൾ മാത്രമേ ഉള്ളൂ. അംഗീകൃത ഏജന്റ് മുഖേനയാണ് ലോട്ടറി വിൽപ്പന. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കടകളിൽ പോയി ലോട്ടറി എടുക്കുന്നതാണല്ലേ. അപ്പോൾ ഇത് മാത്രം എടുക്കുക, വ്യാജന്മാരെ കരുതിയിരിക്കുക.